ഹലോ, എല്ലാവർക്കും സുഖമല്ല. അപ്പോഴേ ഞാനും പൊന്നൂസും പൊന്നൂസില്ല, ഞാനും ജാനിക്കുട്ടിയും ഏട്ടനും കൂടി ഇതെവിടെ പോകുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ 22-ാം തീയതി എടുത്ത വീഡിയോ ആണ്. 22-ാം തീയതി ജൂലൈ 22 നമ്മുടെ പൊന്നൂസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ ഒരു വൈകുന്നേരം എടുത്ത വീഡിയോ. ഞാനും ജാനിക്കുട്ടിയും ഏട്ടനും കൂടെ നേരെ നമ്മുടെ ഓട്ടോ എടുത്ത് നേരെ പോയത് പുനലൂരോട്ടാണ്. പുനലൂർ പോയത് ഇമ്പീരിയലായിരുന്നു. ഇമ്പീരിയൽ പോയിട്ട് നേരെ നമുക്ക് ഡീസൽ അടിക്കണമെന്ന് പറഞ്ഞ് ഏട്ടൻ എന്തായാലും ഡീസൽ അടിച്ചിട്ട് തിരിച്ച് വരാമെന്ന് പറഞ്ഞ് പിന്നെ പോയി ഡീസലൊക്കെ അടിച്ച് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ ഇമ്പീരിയലെത്തി. കാര്യം എല്ലാ വട്ടവും പൊന്നൂസിന് നമ്മൾക്ക് കേക്ക് ഓർഡർ ചെയ്ത് മേടിക്കുക, വർക്കൊക്കെ കൊടുത്ത്. പക്ഷേ ഈ വട്ടം നമുക്ക് പൊന്നൂസ് പനിയായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഷോപ്പിൽ പോയി നേരിട്ടൊരു കേക്ക് മേടിച്ച് റൈറ്റിങ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ പൊന്നൂസിനുള്ള കേക്കും എടുത്ത് ഞാൻ പൊന്നൂസിനെടുത്ത കേക്ക് ഞാൻ ഇപ്പം കാണിച്ചു തരാമേ. ആ മഞ്ഞ കണ്ടില്ല, ആ മഞ്ഞ കേക്കാണ് എടുത്തത്. ഹാപ്പി ബർത്ത്ഡേ വേദിക ശ്യാം എന്നൊക്കെ എഴുതി അവർ തരാൻ ഇച്ചിരി സമയമെടുത്ത്. ആ സമയം കൊണ്ട് ജാനിക്കുട്ടിയുടെ കൂടെ അവിടെ വെച്ച് കുറേ നേരം കളിച്ച് പിന്നെ ബില്ലൊക്കെ കൊടുത്ത് ഞാനും ഏട്ടനും ജാനിക്കുട്ടിയും കൂടെ ദാണ്ട ഷോപ്പിൽ നിന്ന് കേക്കൊക്കെ ആയിട്ട് സ്ലോ മോഷനിൽ നടന്നു പോകുന്ന വീഡിയോ പിടിക്കുന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ പിടിച്ചുകൊണ്ട് പോയതാണ്. അങ്ങനെ കേക്കൊക്കെ എടുത്ത് നമ്മൾ നേരെ വണ്ടിക്കകത്ത് വെച്ച് പിന്നെ അവിടുന്ന് നേരെ വന്നത് എളമ്പല നമ്മൾ സ്ഥിരം നമ്മുടെ പണ്ട് തൊട്ടേ ഉള്ള മന്ന എന്ന് പറയുന്ന ഫുഡ് വെയർ ആൻഡ് ഫാൻസി ഷോപ്പുണ്ട്. അവിടെ വന്ന് പൊന്നൂസിന് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ മേടിക്കണം. പൊന്നൂസിന് ഒരുപാട് ഗിഫ്റ്റ് പൊതികൾ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ പൊന്നൂസിന് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് പൊതികൾ മേടിക്കാൻ വേണ്ടി ഒരു തൊപ്പിയും പിന്നെ കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസും ബലൂൺസും ഒക്കെ വാങ്ങിച്ച്. പൊന്നൂസെന്ന് വെച്ചാൽ നമുക്കൊരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു നേട്ടം കിട്ടുമെന്ന് പറയുന്നതാണ് പൊന്നൂസ്. അങ്ങനെ ഒരു സമയത്തുണ്ടായതാണ് ഞങ്ങളുടെ പൊന്നൂസ്. അങ്ങനെ എല്ലാ സങ്കടങ്ങളും മാറ്റി ഒരു സന്തോഷം തന്നൊരു ആരുടെ പൊന്നൂസ്. പിന്നെ ഈ പൊന്നൂസിൻ്റെ ബർത്ത്ഡേ ഒക്കെ എല്ലാ വട്ടവും നമ്മളെല്ലാവരെയും വിളിച്ച് നടത്തുന്നത്. പക്ഷേ ഈ വട്ടം പനിയായിരുന്നുകൊണ്ട് എനിക്ക് വലിയമ്മച്ചിയൊന്നും വിളിക്കാൻ പറ്റിയില്ല. കാര്യം അവിടെ കുഞ്ഞു വാവ ഉണ്ടായതുകൊണ്ട് പൊതുവേ ഞാൻ വിളിക്കാഞ്ഞതാണ്. പിന്നെ വന്നവരെല്ലാം നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് ഉള്ള ചേച്ചിയും മാമിയൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ തൊട്ടടുത്ത്, അത് നമുക്ക് വിളിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഡേറ്റൊക്കെ അറിയാവുന്നതുകൊണ്ട് അവർ നേരെ വന്നതാണ്. അതിനിടെ കേക്കൊക്കെ കട്ട് ചെയ്ത് ജാനിക്കുട്ടിയും നച്ചുക്കുട്ടിയും കൂടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിപ്പുണ്ട്. ഈ രണ്ടുപേരുടെയും ഡ്രസ്സ് എങ്ങനെ മാച്ചായി വന്നെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. ചിപ്പി ചേച്ചിയാണ് കറക്റ്റ് സമയമായപ്പോൾ ഇറങ്ങി വന്ന് ഞാൻ നോക്കിയപ്പോൾ രണ്ടുപേരും ജാനിയും നച്ചു ഇട്ടേക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഒരാൾ ഫ്രോക്കാണെങ്കിൽ ഒരാൾ ടീഷർട്ടും നിൽക്കും. അത് കഴിഞ്ഞിട്ട് നച്ചു കേക്ക് മുറിച്ച് പിന്നെ പൊന്നു ചേച്ചിയുടെ കേക്ക് ജാനിക്കുട്ടി മുറിച്ച്. അങ്ങനെ ഓരോരുത്തരുടെ കേക്ക് ഓരോരുത്തർ മുറിക്കുമ്പോഴും അവർക്കും നമ്മൾ ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ പാടണമായിരുന്നു. എല്ലാം നോക്കി നിൽക്കുക പൊന്നൂസ് ഇപ്പോൾ അത് ആരുടെ ബർത്ത്ഡേ അമ്മയെന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോൻ്റെ ബർത്ത്ഡേ. പിന്നെ അവൾമാരുടെ സന്തോഷമില്ല. അതിൻ്റെ ഇടയിൽ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ലുക്കാണ് ഏട്ടൻ്റെ കണ്ടത് നിങ്ങൾ. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് പിന്നെ നമ്മൾ ആ കേക്കെല്ലാം കഴിഞ്ഞ് ഗിഫ്റ്റ് ആദ്യം കൊടുത്തത് നച്ചുക്കുട്ടിയാണ് ഗിഫ്റ്റ് കൊടുത്തത്. അങ്ങനെ നച്ചുക്കുട്ടിയുടെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് പിന്നെ കൊടുത്തത് ചിത്താമ്മച്ചിയുടെ അങ്ങനെ